മക്കളെ, കൗരവ പാണ്ഡവ യുദ്ധം 6-ാം ദിവസം കൊടുമ്പിരിക്കൊണ്ട് മുന്നേറുകയാണ്. നകുല സഹദേവന്മാരുടെ അസ്ത്രകൗശലത്തിൽ മുറിവേറ്റ അവരുടെ മാതുലനായ ശല്യർ യുദ്ധരംഗത്തു നിന്നും പിൻവാങ്ങി. മാദ്ര രാജാവായ ശല്യരുടെ സഹോദരിയായിരുന്നു നകുല സഹദേവന്മാരുടെ മാതാവായ മാദ്രി. ശല്യർ പിൻവാങ്ങിക്കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരനും കൗരവ സഹോദരന്മാരിൽ ഒരാളായ ശ്രുതകീർത്തിയും തമ്മിലുണ്ടായ ആക്രമണമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ശ്രുതകീർത്തി യുധിഷ്ഠിരനെ ആക്രമിച്ച് മുറിവേൽപ്പിച്ചു. അപ്പോൾ ക്രുദ്ധനായ യുധിഷ്ഠിരൻ കൂടുതൽ ശക്തിയോടെ യുദ്ധം ചെയ്ത് ശ്രുതകീർത്തിയെ തോൽപ്പിച്ചു. ഇത് കണ്ട് ഭയന്ന കൗരവ സൈന്യം പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ഈ സമയത്ത് കൃപാചാര്യരും ചേകിതാനനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു. ഇരുവരും ശക്തമായ അസ്ത്രങ്ങളാൽ പോരാടി. ചേകിതാനൻ്റെ വില്ലു മുറിഞ്ഞു വീണു. കുതിരകളും സാരഥിയും മരിച്ചു. അപ്പോൾ അയാൾ ഒരു ഗദയുമായി നിലത്തിറങ്ങി കൃപാചാര്യൻ്റെ നേർക്ക് ആ ഗദ ചുഴറ്റിയെറിഞ്ഞു. ശക്തമായ അസ്ത്രങ്ങളാൽ ആചാര്യൻ ആ ഗദ തകർത്തു. പിന്നീട് വാളുകൾ കൊണ്ടായി പോരാട്ടം. അവർ നിന്നും ഇരുന്നും കിടന്നും വാൾ പ്രയോഗിച്ചു. രണ്ടുപേരിൽ ആർക്ക് വിജയമുണ്ടാകുമെന്ന് നിശ്ചയിക്കുവാൻ ദേവന്മാർക്ക് പോലും കഴിഞ്ഞില്ല. അവർ അവശരായപ്പോൾ അവിടെ എത്തിയ കരകർഷൻ എന്നയാൾ ചേകിതാനനെയും ശകുനി കൃപരെയും തങ്ങളുടെ രഥത്തിൽ കയറ്റി ദൂരേക്ക് ഓടിച്ചുപോയി. ഇതേ സമയം വമ്പിച്ച ഒരു സൈന്യവുമായി ഭീഷ്മർ അഭിമന്യുവിൻ്റെ നേർക്ക് പുറപ്പെട്ടു. അഭിമന്യു അപ്പോൾ കൗരവ സൈന്യത്തിൽ നാശം വിതയ്ക്കുകയായിരുന്നു. ഭീഷ്മർ പോകുന്നത് കണ്ടപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, പിതാമഹൻ ഒരു ഭാരിച്ച സൈന്യവുമായി പോകുന്നത് കണ്ടില്ലേ? വേഗം രഥം അവിടേക്ക് തെളിക്കൂ. കൃഷ്ണൻ വേഗം ഭീഷ്മരുടെ അടുത്തേക്ക് രഥം കൊണ്ടുപോയി. അർജുനൻ വരുന്നത് കണ്ട് കൗരവ സൈന്യത്തിൽ ഭീതി വളർന്നു. ഭീഷ്മരുടെ അംഗരക്ഷകരിൽ ഒരാളായ സുശർമാവ് എന്ന രാജാവിനോട് പാർത്ഥൻ പറഞ്ഞു, സുശർമാവേ, നിങ്ങൾ മികച്ച ഒരു യോദ്ധാവാണ്. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ശത്രുപക്ഷത്താണ് ഉള്ളത്. ഇന്നതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഇന്ന് തന്നെ നിങ്ങളുടെ പൂർവികരെയെല്ലാം നിങ്ങൾക്ക് കാണാം. സുശർമാവ് മറുപടിയൊന്നും പറയാതെ ചുറ്റുമുള്ള രാജാക്കന്മാരുമായി ചേർന്ന് അർജുനനെ വലയം ചെയ്ത് ശരപ്രയോഗം തുടങ്ങി. അർജുനൻ്റെ ശരങ്ങളേറ്റ് അവിടെയുണ്ടായിരുന്ന രാജാക്കന്മാരുടെ എല്ലാം വില്ലുകൾ തകർന്നു വീണു. ആ ശരപ്രയോഗം കണ്ട് ശത്രുസൈന്യം അമ്പരന്നു. അല്പസമയം കൊണ്ട് ഭൂരിഭാഗം രാജാക്കന്മാരെയും അർജുനൻ വധിച്ചു. വീണ്ടും സൈന്യം അർജുനന് ചുറ്റും കൂടാൻ തുടങ്ങി. ഇത് കണ്ട് ശിഖണ്ഡി പാഞ്ഞെത്തി. ഭീഷ്മരെ സംരക്ഷിച്ചു നിന്ന ജയദ്രഥനെയും ദുര്യോധനനെയും പിന്നിലാക്കിക്കൊണ്ട് പാർത്ഥൻ ഭീഷ്മരുടെ മുന്നിലേക്ക് എത്തി. ശല്യരുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന യുധിഷ്ഠിരൻ നകുല സഹദേവന്മാരെയും ഭീമനെയും കൂട്ടിക്കൊണ്ട് അർജുനനെ സഹായിക്കാൻ വന്നു ചേർന്നു. പാണ്ഡവ സഹോദരന്മാർ എല്ലാവരും ചേർന്ന് തന്നെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് ഭീഷ്മർക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അവർ ഒന്നിച്ചെതിർത്താലും തന്നെ തോൽപ്പിക്കാനാവില്ലെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. പക്ഷേ ശിഖണ്ഡിയുടെ നീക്കം കണ്ട് ശല്യർക്ക് സംശയമായി. അപകടം മണത്ത അദ്ദേഹം ശിഖണ്ഡിയെ തടഞ്ഞു. ശിഖണ്ഡി വരുണാസ്ത്രം കൊണ്ട് ശല്യരുടെ ആയുധങ്ങൾ തകർത്തു. ഭീമൻ ഗദയുമേന്തി നിൽക്കുകയായിരുന്നു, എന്തിനേയും നേരിടാമെന്ന ഭാവത്തോടെ. അപ്പോഴാണ് ജയദ്രഥൻ പാണ്ഡവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടത്. ഭീമൻ ഗദയുമായി അയാളെ നേരിട്ടു. സൈന്ധവ രാജാവായ ജയദ്രഥൻ പ്രയോഗിച്ച ശരവർഷത്തിൽ ഭീമസേനന് മുറിവേറ്റു. ക്രുദ്ധനായ ഭീമൻ ഗദ കൊണ്ടടിച്ച് ജയദ്രഥൻ്റെ സാരഥിയെയും കുതിരകളെയും വധിച്ചു. ഇത് കണ്ട് അങ്ങയുടെ പുത്രനായ ചിത്രസേനൻ ഭീമനെ ബന്ധിക്കണം എന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചെങ്കിലും അയാളുടെ അനുഭവം ജയദ്രഥൻ്റെതുപോലെ തന്നെ ആയിരുന്നു. ഇത് കണ്ട് അങ്ങയുടെ മകനായ വികർണൻ സഹോദരനെ രഥത്തിൽ കയറ്റി രക്ഷപ്പെടുത്തി. ഭീഷ്മരുടെ മുന്നിലെത്തിയ യുധിഷ്ഠിരൻ പിതാമഹൻ്റെ നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടു. ഭീഷ്മർ നിസ്സാരമായി എല്ലാ ആക്രമണങ്ങളെയും തടഞ്ഞു. ഭീഷ്മരുടെ ശരങ്ങളേറ്റ് യുധിഷ്ഠിരൻ്റെ തേർക്കുതിരകൾ ചത്തുവീണു. അപ്പോൾ ധർമ്മജൻ നകുലൻ്റെ രഥത്തിൽ കയറി. ഭീഷ്മർ അപ്പോഴും ആക്രമണം തുടരുകയായിരുന്നു. യുധിഷ്ഠിരൻ്റെ സഹായികളായ രാജാക്കന്മാരെ ഒപ്പം കൂട്ടി അവർ ഭീഷ്മരെ വളഞ്ഞു. അതൊന്നും കൊണ്ട് ഭീഷ്മരെ ഒന്ന് തൊടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ഭീഷ്മരാകട്ടെ യുധിഷ്ഠിരൻ്റെ സഹായികളായ ഭൂരിപക്ഷം രാജാക്കന്മാരെയും ശരവർഷത്താൽ കാലപുരിക്ക് അയച്ചു. യുദ്ധമങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് നടക്കുകയാണ്. ഇരുപക്ഷത്തും കനത്ത ആൾനാശമുണ്ടാകുന്നത് കണ്ട് രണ്ടു പക്ഷക്കാർക്കും പരിഭ്രമമായി. ഇരുപക്ഷത്തിൻ്റെയും വ്യൂഹങ്ങൾ ഛിന്നഭിന്നമായി. ഈ അവസരം നോക്കി ഭീഷ്മരെ ആക്രമിക്കാൻ വേണ്ടി ശിഖണ്ഡി മുന്നോട്ട് വന്നു. ഇവൻ ഒരു കാലത്ത് സ്ത്രീയായിരുന്നു. അതിനാൽ
ഇവനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഭീഷ്മർ സൃഞ്ജയന്മാർ എന്ന ഒരു കൂട്ടം രാജാക്കന്മാരുടെ നേരെ തിരിഞ്ഞു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ധൃഷ്ടദ്യുമ്നനും സാത്യകിയും വിവിധങ്ങളായ ആയുധങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. അവന്തിയിലെ രാജാക്കന്മാരായ വിന്ദനും അനുവിന്ദനും ധൃഷ്ടദ്യുമ്നനോട് യുദ്ധം തുടങ്ങി. ധൃഷ്ടദ്യുമ്നന് തേർക്കുതിരകളും തേരും നഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ സാത്യകി അദ്ദേഹത്തെ സ്വന്തം തേരിൽ കയറ്റി രക്ഷപ്പെടുത്തി. ഈ സമയം കൊണ്ട് ഒരു വൻപിച്ച സൈന്യവുമായി യുധിഷ്ഠിരൻ അവിടെ വന്നു. അദ്ദേഹം വിന്ദാനുവിന്ദന്മാരെ കണക്കറ്റ് പ്രഹരിച്ചു. അപ്പോൾ ദുര്യോധനൻ അവരുടെ സംരക്ഷണത്തിന് ഓടിയെത്തി. പോർക്കളമാകെ രക്തപങ്കിലമായി. ചോരപ്പുഴകൾ ഒഴുകിക്കൊണ്ടിരുന്നു. സൂര്യൻ അസ്തമിക്കാറായി. കഴുകന്മാരും ചെന്നായ്ക്കളും പിശാച രാക്ഷസവർഗവും പോർക്കളത്തിൽ പ്രവേശിക്കാൻ അവസരം കാത്ത് നിന്നു. സുശർമാവ് തുടങ്ങിയ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ അർജുനൻ ശിബിരത്തിലേക്ക് പുറപ്പെട്ടു. സൈനികരടക്കം എല്ലാ യോദ്ധാക്കളും പടകുടീരത്തിലെത്തി സ്നാനത്തിന് പോയി. സ്നാനം കഴിഞ്ഞെത്തി യുദ്ധത്തിലേറ്റ മുറിവുകളിൽ ശുശ്രൂഷ സ്വീകരിച്ച് 6-ാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച ആ രാത്രിയിൽ എല്ലാവരും നിദ്രയെ പുൽകി. അടുത്ത ദിവസം സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ മുന്നിലെത്തി പറഞ്ഞു, മഹാരാജാവേ, പ്രഭാതകിരണങ്ങൾ എത്തുന്നതേയുള്ളൂ. ഇപ്പോൾ തന്നെ യോദ്ധാക്കൾ യുദ്ധഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. കൗരവർ മഹാവ്യൂഹവും പാണ്ഡവർ ശൃംഗാടക വ്യൂഹവും ചമച്ച് 7-ാം ദിവസത്തെ യുദ്ധത്തിന് തയ്യാറായി നിന്നു. യുദ്ധകാഹളവും ശംഖനാദങ്ങളും വ്യോമലോകത്തോളം എത്തി. പരസ്പരം അസ്ത്രങ്ങൾ തൊടുത്ത് അവർ ശത്രുസംഹാരം ആരംഭിച്ചു. ഭീഷ്മർ കൗരവ സൈന്യത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പാണ്ഡവ പക്ഷത്ത് ധൃഷ്ടദ്യുമ്നനായിരുന്നു മുൻപന്തിയിൽ. അയാൾ മഹാരഥന്മാരായ രാജാക്കന്മാരുമായി ചേർന്ന് ഭീഷ്മരെ ആക്രമിക്കുവാൻ തുടങ്ങി. ഭീഷ്മരുടെ ശരപ്രയോഗങ്ങളാൽ സോമകന്മാർ, സൃഞ്ജയർ, പാഞ്ചാലന്മാർ എന്നിവർക്കെല്ലാം കൊടിയ നാശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഭീമസേനൻ മാത്രമേ പാണ്ഡവപക്ഷത്ത് ഭീഷ്മരെ എതിർത്തു നിന്നുള്ളൂ. അവർ തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ഭീമൻ്റെ യുദ്ധശൗര്യം പാണ്ഡവർക്കിടയിൽ ആഹ്ലാദാരവമുയർത്തി. ഭീഷ്മരുടെ വിവശത ദുര്യോധനൻ മനസ്സിലാക്കി. അയാളൊരു വമ്പിച്ച സൈന്യവുമായി ഭീഷ്മരെ സഹായിക്കുവാൻ എത്തി. ഭീമൻ്റെ ശരമേറ്റ് ഭീഷ്മരുടെ സാരഥി മരിച്ചു വീണു. ലക്ഷ്യം തെറ്റിയ കുതിരകൾ രഥവും വലിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിമറഞ്ഞു. പിന്നെ ഭീമൻ്റെ ഒരു സംഹാര താണ്ഡവമായിരുന്നു. അതിൽ അങ്ങയുടെ പുത്രനായ സുനാഭൻ യമലോകം പോകി. അങ്ങയുടെ മക്കളായ അപരാജിതൻ, കുംഭധാരൻ, ബഹുവാശി, പണ്ഡിതകൻ, വിശാലാക്ഷൻ, മഹോദരൻ, ആദിത്യകേതു എന്നിവർ സംഘം ചേർന്ന് ഭീമനെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. ഭീമൻ്റെ കൈക്കരുത്തിൽ ആ 7 പേർക്കും ജീവൻ നഷ്ടമായി. അപ്പോൾ ഭീമൻ കൗരവസഭയിൽ വെച്ച് കൗരവരെയെല്ലാം താൻ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നത് ഓർമ്മിച്ചിട്ട് അങ്ങയുടെ മറ്റു പുത്രന്മാർ യുദ്ധരംഗത്തു നിന്നും ഓടിമറഞ്ഞു. സഹോദരന്മാരുടെ മരണത്തിൽ ദുഃഖിതനായ ദുര്യോധനൻ കോപത്തോടെ അലറി, എല്ലാവരും ചേർന്ന് ഭീമനെ വധിക്കൂ. അപ്പോഴും ദുര്യോധനൻ്റെ മനസ്സിൽ വിതുരർ സഭയിൽ വെച്ച് പറഞ്ഞ ആ വാക്കുകൾ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. 100 കൗരവരെയും ഭീമൻ തന്നെ വധിക്കുമെന്നുള്ള ആ പ്രഖ്യാപനം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുര്യോധനൻ ഭീഷ്മരുടെ മുന്നിലെത്തി പറഞ്ഞു, വീറോടെ യുദ്ധം ചെയ്ത എൻ്റെ സഹോദരന്മാരെ ആ ഭീമൻ നിഷ്കരണം കൊലപ്പെടുത്തി. എണ്ണമറ്റ സൈനികരെയും അയാൾ വധിച്ചു. അങ്ങ് നിഷ്പക്ഷഭാവം കൈക്കൊണ്ട് ഞങ്ങളെ ഉപേക്ഷിച്ചു. ഇതെൻ്റെ ദുർവിധിയാണ്. സത്യത്തിൽ ഞാൻ തെറ്റായ ഒരു വഴിയിൽ അകപ്പെടുകയായിരുന്നു എന്ന് തോന്നുന്നു. ദുര്യോധനൻ തൻ്റെ മേൽ പഴിചാരുകയാണെന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. എന്നിട്ടും ദുര്യോധനൻ്റെ ദൈന്യഭാവം കണ്ട് ഭീഷ്മരും കണ്ണുനീരൊഴുക്കി. അദ്ദേഹം പറഞ്ഞു, മകനെ സുയോധന, ദ്രോണരും വിതുരരും നിൻ്റെ മാതാവ് ഗാന്ധാരിയും ഞാനുമൊക്കെ ഈ അവസ്ഥ മുൻകൂട്ടി മനസ്സിലാക്കി നിന്നെ ഉപദേശിച്ചിരുന്നു. പക്ഷേ അതൊന്നും നിൻ്റെ ചെവിയിൽ പതിച്ചില്ല. ഒരു കാര്യം കൂടി ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, എന്നെയും ദ്രോണരെയും ഒന്നും യുദ്ധത്തിൽ ഉൾപ്പെടുത്തരുതെന്ന്. പക്ഷേ അതും നീ വകവച്ചില്ല. ദുര്യോധന, ഒന്ന് നീ മനസ്സിലാക്കുക, ഈ യുദ്ധത്തിൽ ധൃതരാഷ്ട്രപുത്രന്മാരെ ആരെ മുന്നിൽ കണ്ടാലും ഭീമൻ വധിക്കും. ഇനി നിങ്ങൾക്ക് ഒന്നേ ചെയ്യുവാനുള്ളൂ, ഈ യുദ്ധത്തിൽ വീരസ്വർഗം ലക്ഷ്യം വെച്ച് അവരവരുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുക. ഇന്ദ്രാദി ദേവകൾക്ക് പോലും പാണ്ഡവരെ തോൽപ്പിക്കാൻ ആവില്ല. അപ്പോൾ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിച്ചു, പറയൂ, ഭീമൻ എൻ്റെ മക്കളെ കൂട്ടക്കുരുതി നടത്തുന്നത് കണ്ടിട്ട് ഭീഷ്മരും ദ്രോണരും കൃപരും എന്തു ചെയ്തു? ഭീഷ്മരും ദ്രോണരും കൃപരും ഞാനുമൊക്കെ ദുര്യോധനന് നല്ലതുപദേശിച്ചു കൊടുത്തതാണ്. ഗാന്ധാരി കണ്ണുനീരൊഴുക്കി അവനെ ഉപദേശിച്ചതാണ്. ആ മൂഢൻ്റെ മനസ്സിൽ അതൊന്നും കടന്നു ചെന്നില്ല. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, വിതുരർ പറഞ്ഞത്
അങ്ങും ഓർക്കുന്നുണ്ടല്ലോ. എല്ലാവരും നല്ലത് പറഞ്ഞു കൊടുത്തു. ചൂതിൽ നിന്നും അങ്ങ് പുത്രന്മാരെ പിന്തിരിപ്പിക്കണം, പാണ്ഡവരെ ദ്രോഹിക്കരുത്, അവർക്കർഹമായ സമ്പത്ത് മടക്കിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? അന്ന് അങ്ങേയ്ക്കും അതൊന്നും കേൾക്കുവാൻ താല്പര്യമില്ലായിരുന്നു. അതാണ് ഈ നാശങ്ങൾക്കൊക്കെ കാരണം. സഞ്ജയൻ്റെ വാക്കുകൾ കേട്ട് ഇരുകൈകളും നീട്ടിപ്പിടിച്ച് ധൃതരാഷ്ട്രൻ നിശബ്ദനായി ഇരുന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.